ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതൃവേദി അംഗങ്ങളെ, പ്രിയ അമ്മമാരെ, പെസഹ തിരുനാളിന്റെ ഈ പുണ്യദിനത്തിൽ ഞാൻ ധ്യാനിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായമാണ്. ഈശോ തന്റെ ശിഷ്യന്മാരോടൊപ്പം അവസാനത്തെ അത്താഴം കഴിക്കുന്ന ഈ ഭാഗം സത്യത്തിൽ ഒരു അമ്മയുടെ ജീവിതത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒന്നാണ്. ഈ വചനം നമ്മളിൽ നിന്ന് അമ്മമാരായ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന 3 വലിയ ചിന്തകളുണ്ട്. ഒന്നാമതായി, ഒരുമിച്ച് കൂടുന്ന സ്നേഹം. പീഡാനുഭവത്തിനു മുമ്പ് നിങ്ങളോട് കൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിനെ നാം അത്യധികം ആഗ്രഹിച്ചു എന്ന് ഈശോ പറയുന്നു. പ്രിയമുള്ളവരെ, ഒരു കുടുംബത്തെ ഇപ്പോഴും ചേർത്ത് പിടിക്കുന്നതും എല്ലാവരെയും ഒരു തീന്മേശയിൽ ചുറ്റും സ്നേഹത്തോടെ ഒരുമിച്ച് കൂടാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നതും കുടുംബത്തിലെ അമ്മമാരാണ്. നമ്മുടെ തീന്മേശകൾ വെറും ഭക്ഷണം കഴിക്കുവാനുള്ള ഇടം മാത്രമല്ല, മറിച്ച് കുടുംബത്തെ ഒന്നിക്കുന്ന സ്നേഹത്തിന്റെ വേദികളായി മാറണം. രണ്ടാമതായി, മുറിച്ചു നൽകുന്ന ജീവിതം. അപ്പം എടുത്തു മുറിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്. പ്രിയ അമ്മമാരെ, ഈ വചനം ഓരോ അമ്മയുടെയും സ്വന്തം ജീവിതമാണ്. മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും സ്വന്തം ആരോഗ്യവും സമയവും സ്വപ്നങ്ങളും ഉറക്കവും അനുദിനം മുറിച്ചു നൽകുന്നവരാണ്. നിങ്ങൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മെ തന്നെ മുറിച്ചു നൽകുമ്പോഴാണ് നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാനയായി മാറുന്നത്. മൂന്നാമതായി, ശുശ്രൂഷിക്കുന്നവനാണ് വലിയവൻ. ശിഷ്യന്മാർക്കിടയിൽ ആരാണ് വലിയവൻ എന്ന് തർക്കം വന്നപ്പോൾ ഈശോ അവരോട് പറഞ്ഞു, ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവന് പോലെയാണ്. കുടുംബത്തിൽ ഒട്ടും വിശ്രമമില്ലാതെ നിങ്ങൾ ചെയ്യുന്ന നിശബ്ദമായ സേവനങ്ങൾ പലപ്പോഴും ആരും തിരിച്ചറിയുന്നില്ല എന്ന് വരാം. പലരും നിങ്ങളെ കുറ്റപ്പെടുത്തിയെന്നും വരാം. എന്നാൽ ഈശോ പറയുന്നു, പ്രതിഫലം ഇച്ഛയില്ലാതെ മറ്റുള്ളവരെ പരിചരിക്കുന്ന അവനാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനെന്ന്. സ്നേഹമുള്ള അമ്മമാരെ, ഈ പെസഹ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ വലിയ സ്നേഹത്തെ കുറിച്ചാണ്. ഈശോയെ പോലെ ക്ഷമിക്കാനും കുടുംബത്തെ മുഴുവൻ ചേർത്ത് പിടിക്കാനും സ്നേഹത്തോടെ ശുശ്രൂഷിക്കാനും നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. മാതൃവേദിയിലെ എല്ലാ അമ്മമാർക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും പ്രാർത്ഥനകൾ നിറഞ്ഞ പെസഹ ദിനാശംസകൾ നേരുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.